Good morning, students. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രോബ്ലം ഇതാണ്. Find the value of u and v f of z is equal to 1 by 1 plus z at z is equal to 1 minus i. ഇവിടെ f of z എന്താണെന്ന് നോക്കാം. f of z is equal to 1 by 1 plus z. 1 by 1 plus z ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? x plus iy. This is equal to എന്ത് വരും? 1 by 1 plus x plus iy. ഇത് നമ്മൾ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് താഴെ മുകളിൽ ഗുണിക്കണം. നമുക്ക് റിയൽ പാർട്ട് മെയിൻ പാർട്ട് തിരിച്ചെടുക്കാനായിട്ട് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ്. ഡിനോമിനേറ്റർ ഏതാണ്? 1 plus x plus iy ആണ്. അപ്പോൾ 1 plus x minus iy. ഇവിടെ താഴെ എന്ത് വരും? 1 plus x plus iy into 1 plus x minus iy. അപ്പോൾ നമുക്ക് 1 plus x minus iy ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ എന്ത് വരും? 1 plus x the whole square. a square minus b square 4. ഇവിടെ എന്ത് വരും? നമുക്ക് minus iy the whole square. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 plus x minus iy divided by 1 plus x whole square plus iy the whole square എന്ന് പറയുമ്പോൾ എന്ത് വരും? iy the whole square i square എന്ന് പറയുന്നത് എത്രയാണ്? y square. 1 plus x minus iy by 1 plus x whole square plus y square. അപ്പോൾ ഇവിടെ ഇതാണ് f of z. അപ്പോൾ u സമയം എന്തായിരിക്കും? ഇതിന്റെ റിയൽ പാർട്ട് എന്തായിരിക്കും? 1 plus x by 1 plus x whole square plus y square. v എന്താണ്? minus y by 1 plus x whole square plus y square. അപ്പോൾ റിയൽ പാർട്ടും കിട്ടി, ഇമേജിനറി പാർട്ടും കിട്ടി. ഇനി ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. f of z at 1 minus i. അപ്പോൾ ഇവിടെ നമുക്ക് x നെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x is equal to 1, y is equal to minus 1. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ y ക്ക് -1 കൊടുക്കുമ്പോൾ ഒരു -1 that is equal to 1 divided by 1 plus x ന് 1 കൊടുക്കുമ്പോൾ 1 plus 1 the whole square plus y ക്ക് -1 കൊടുക്കുമ്പോൾ 1 square വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1 by 2 square 4 plus 1 that is equal to 1 by 5. So the value of the function f of z, value of the function എന്ത് വരും? നമുക്ക് 1 by 5 വരും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 1 by 1 plus z എന്നാണ്. z ന് വരെ x plus iy കൊടുത്തു. z ന് വരെ x plus iy കൊടുത്തു. അതിനുശേഷം നമ്മൾ താഴെയുള്ളതിന്റെ കോൺജുഗേറ്റ് 1 plus x plus iy യുടെ കോൺജുഗേറ്റ് എന്താണ്? ആ i യുടെ സ്ഥാനത്ത് മൈനസ് കൊടുത്താൽ കോൺജുഗേറ്റ് കിട്ടും. ആ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ നമ്മൾ ഗുണിച്ചു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ ഗുണിച്ചു. അങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 1 plus x minus iy by 1 plus x plus iy into 1 plus x minus iy. ഇനി നമ്മളിത് ന്യൂമറേറ്ററിൽ 1 plus x minus iy എന്ന് തന്നെയാണ്. ഡിനോമിനേറ്ററിൽ എന്താണ്? a plus b into a minus b. ആ ഫോർമുല എന്താണ്? ആ ഫോർമുല അനുസരിച്ച് 1 plus x whole square minus iy the whole square. iy the whole square എന്ന് പറയുന്നത് i സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പോൾ മൈനസും കൂടി പ്ലസ് ആവും. 1 plus x whole square plus y square. ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 plus x by 1 plus x whole square plus y square. v എന്ന് പറയുന്നത് എന്താണ്? -y by 1 plus x whole square plus y square. അപ്പോൾ റിയൽ പാർട്ട് കിട്ടി, ഇമേജിനറി പാർട്ട് കിട്ടി. therefore the ഫംഗ്ഷന്റെ വാല്യൂ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? x ന്റെ വാല്യൂ 1 കൊടുത്തു, y യുടെ വാല്യൂ -1 കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 1 by 5 എന്ന് ആൻസർ കിട്ടി കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ച കൺസെപ്റ്റ് എന്താണ്? കോൺജുഗേറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. കോൺജുഗേറ്റ് ഓഫ് ദ ഫംഗ്ഷൻ കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കൂ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ x plus iy യുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? x minus iy ആണ്. a plus ib യുടെ കോൺജുഗേറ്റ് എന്താണ്? a minus ib ആണ്. ഓക്കെ.